ഹായ് ഓൾ. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡയഗ്രം എന്താണെന്നുള്ളതും അതിനകത്ത് വരുന്ന എൻറ്റിറ്റി റിലേഷൻഷിപ്പ് എന്താണ്, പിന്നെ വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ്, അതായത് ഏതാണ് ഫുള്ളി റിലേറ്റഡ് ആണോ, പാർഷ്യലി റിലേറ്റഡ് ആണോ, സിമ്പിൾ ആട്രിബ്യൂട്ട് വേഴ്സസ് കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട്, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സ് എന്താണ്, പിന്നെ എൻറ്റിറ്റി സെറ്റ് എന്താണ്, വീക്ക് എൻറ്റിറ്റി എന്താണ്, സ്ട്രോങ് എൻറ്റിറ്റി എന്താണ്, അതൊക്കെ തേർഡ് മാർക്കിന് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം എന്താണ് എൻറ്റിറ്റി എന്താണെന്നുള്ളതും ഇപ്പം ജനറൽ ആയിട്ടുള്ള ആറിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയിരുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഈ എൻറ്റിറ്റീസും ആട്രിബ്യൂട്ട്സും റിലേഷൻഷിപ്പും എല്ലാം വെച്ചിട്ട് എങ്ങനെ ഒരു ഡയഗ്രാം നമുക്ക് കൺസ്ട്രക്ട് ചെയ്തെടുക്കാം, എങ്ങനെ നമുക്കൊരു ഡയഗ്രാം വരയ്ക്കാം എന്നാണ് നമ്മളിനി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം അപ്പം ഒരു ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ അപ്പം അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവണം? ആട്രിബ്യൂട്ട്സ് ഉണ്ടാവണം, ആട്രിബ്യൂട്ട്സിന് റിലേറ്റഡ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് ഉണ്ടാവണം, ഇവ തമ്മിൽ ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സിനെ റിലേറ്റ് ചെയ്യാനുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവണം, അത് 1-to-1 റിലേഷൻഷിപ്പാണോ 1-to-many റിലേഷൻഷിപ്പ് ആണോ എന്ന് ഷോ ചെയ്യണം, നമ്മൾ എടുക്കുന്ന എൻറ്റിറ്റി വീക്ക് എൻറ്റിറ്റി ആണോ സ്ട്രോങ് എൻറ്റിറ്റി ആണോ നോക്കണം, അതുപോലെ ഏത് ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ടാണ്, സിമ്പിൾ ആട്രിബ്യൂട്ടാണോ, കോമ്പോസിറ്റ് ആട്രിബ്യൂട്ടാണോ, സിംഗിൾ വാല്യൂഡ് ആണോ, മൾട്ടി വാല്യൂഡ് ആണോ, അങ്ങനെയുള്ള ഏത് ടൈപ്പ് ആട്രിബ്യൂട്ട് എന്ന് നോക്കണം. അപ്പം എല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫിഗർ മാറ്ററിൽ ഫിഗർ റെപ്രസെൻറ്റേഷൻ നമ്മൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡയഗ്രാം ഡ്രോ ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് സ്ഥിരം നിങ്ങൾക്ക് 10 മാർക്സിന് ഒരു ഡയഗ്രാം വരയ്ക്കാൻ എന്തായാലും ചോദിക്കും. അവർ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ആ ക്വസ്റ്റ്യനകത്ത് അതിൻ്റെ എൻറ്റിറ്റീസ് എല്ലാം പറയുന്നുണ്ടാവും. അപ്പോൾ ആ എൻറ്റിറ്റീസ് എല്ലാം അതിൽ നിന്ന് ഫൈൻഡ് ചെയ്ത് റിലേഷൻഷിപ്പുകൾ നിങ്ങൾ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തെടുക്കണം. അപ്പോൾ റിലേഷൻഷിപ്പും വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഡയഗ്രാം വരയ്ക്കാനായിരിക്കും നിങ്ങളടുത്ത് ചോദിക്കുക. ക്ലിയർ ആയോ? അപ്പം ഇതിനകത്തൊരു ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് മറ്റേതാണ്, സോറി. Construct diagram for a car insurance company whose customers own one or more car each. Each car has associated with it zero to many number of recorded accidents. Okay, അപ്പം എന്താണ് ഒരു ഡയഗ്രാം, ഏതിൻ്റെ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഒരു കാർ ഇൻഷുറൻസ് കമ്പനിയുടെ ഡയഗ്രാം വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിനകത്ത് എന്തുണ്ടാവണം? ഒരു കാറിനകത്ത് കമ്പനി ഉണ്ടാവും, ആ കമ്പനിക്കകത്ത് കാറ് വാങ്ങുന്ന കസ്റ്റമേഴ്സും ഉണ്ടാവും. ഒരു കസ്റ്റമേഴ്സ് ഒന്നോ അതിൽ കൂടുതലോ കാറായിരിക്കും വാങ്ങുക. ചിലപ്പം ആ വാങ്ങുന്ന കാറുകളിൽ ചിലപ്പം ആക്സിഡൻറ്റ്സ്, 0 ആക്സിഡൻസും വരാം, 0 to any number ഓഫ് ആക്സിഡൻറ്റ് റെക്കോർഡ്സും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം നമ്മൾ എൻറ്റിറ്റീസ് എല്ലാം ഫൈൻഡ് ചെയ്യണം. ഒരു കമ്പനി ഉണ്ടാവണം, ആ കമ്പനിയിൽ എന്തുണ്ടാവണം? കാറിൻ്റെ ഓണേഴ്സ് ഉണ്ടാവണം, അതുപോലെ തന്നെ എന്തുണ്ടാവണം? ആക്സിഡൻറ്റ് റെക്കോർഡ്സും അവിടെ കീപ്പ് ചെയ്യണം. ഓക്കെ, അപ്പം അത്രയാണ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു കാർ ഇൻഷുറൻസ് കമ്പനിയുടെ ഡയഗ്രാം ഡ്രോ ചെയ്യാനായിട്ടാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നോക്ക്, നമ്മളിതിനകത്ത് പറയുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എൻറ്റിറ്റീസിനെ ഫൈൻഡ് ചെയ്യാണ്. അതാണ് ഓണർ എന്നുള്ളതാണ് പേഴ്സൺ എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഓണർ എന്ന് എഴുതിയാൽ മതി. ആ ഓണറിന് എപ്പോഴും നെയിം ഉണ്ടാവും. ഓണർ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻറ്റിറ്റിയാണ്. അപ്പം ആ ഓണറിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്താണ്? ഓണറിൻ്റെ നെയിം, അഡ്രസ്സ്, അയാളുടെ ID കാർഡ്, ഡ്രൈവേഴ്സ് ID. അപ്പം ഡ്രൈവേഴ്സ് ID അതിനകത്ത് എന്താണ് സ്ട്രോങ് എൻറ്റിറ്റി സെറ്റാണ്. ഓക്കെ, മനസ്സിലായോ? അതായത് പ്രൈമറി കീ ആണ്. പ്രൈമറി കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ചിലപ്പം ഒന്നിൽ കൂടുതൽ കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പം ഒന്നിൽ കൂടുതൽ കസ്റ്റമറിന് സെയിം നെയിം സെയിം അഡ്രസ്സുള്ള 2 കസ്റ്റമർ ഉണ്ടെങ്കിൽ അവരെങ്ങനെ ഡിസ്റ്റിങ്യൂഷ് ചെയ്യും? അവരെ ഡ്രൈവേഴ്സ് ID വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിസ്റ്റിങ്യൂഷ് ചെയ്യുന്നത്. അപ്പം ഏത് വെച്ചാണോ ഒരു എൻറ്റിറ്റീനെ 2 എൻറ്റിറ്റീസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൈമറി കീ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരു ക്ലാസ്സിൽ ഒരു പേരിൽ ഒന്നിൽ കൂടുതൽ സ്റ്റുഡൻസും അവർക്ക് സെയിം നെയിമും സെയിം അഡ്രസ്സും ആണെങ്കിൽ അവരെ എങ്ങനെ ഡിസ്റ്റിങ്യൂഷ് ചെയ്യും? അവരുടെ ക്ലാസ്സിൻ്റെ ID വെച്ചായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ക്ലാസ്സിൻ്റെ റോൾ നമ്പർ വെച്ചിട്ടായിരിക്കും അവരെ ഡിസ്റ്റിങ്യൂഷ് ചെയ്യുന്നത്. സോ ആ റോൾ നമ്പറാണ് അവിടുത്തെ പ്രൈമറി കീ. പ്രൈമറി കീ എപ്പോഴും എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? അടിയിൽ അണ്ടർലൈൻ വെച്ചിട്ടായിരിക്കും പ്രൈമറി കീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഡ്രൈവർ ID നമ്മൾ എന്ത് കൊടുത്തത്? അണ്ടർലൈൻ കൊടുത്തത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഓണറും നമ്മൾ അടുത്ത എൻറ്റിറ്റി ഏതാണ്? കാറ്. അപ്പോൾ എൻറ്റിറ്റീസ് എല്ലാം നിങ്ങൾ ആദ്യം വരയ്ക്കുക. അപ്പം എൻറ്റിറ്റീസ് കാറ് ഏത് ടൈപ്പാണ്, ഏത് മോഡലാണെന്നുള്ളതും ആ കാറ് ലോഞ്ച് ചെയ്ത ഇയർ, അതിനകത്ത് പ്രൈമറി കീ എന്ത് വരാം? ആ കാറിൻ്റെ ലൈസൻസ് നമ്പർ. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ പ്രൈമറി കീ. അപ്പം ഒരു കാറും ഒരു പേഴ്സണും അല്ലെങ്കിൽ ഒരു ഓണറും നമ്മൾ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്?
ചെയ്യുന്നത്? ഓൺസ് അല്ലെങ്കിൽ വാങ്ങുക എന്നുള്ള റിലേഷനാണ് അവിടെ കീപ്പ് ചെയ്യുന്നത്. റിലേഷൻസ് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കേണ്ടതാണ്. ഒരു കാറും ഒരു ഓണറും ആണെങ്കിൽ, ഒരു പേഴ്സണും ആണെങ്കിൽ അവ തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നുണ്ട്? ഓണർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓൺസ് എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പിനെ എപ്പോഴും ഡയമണ്ട് ഷേപ്പിലായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതങ്ങനെ ഡ്രോ ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് അടുത്ത ഏതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? എൻറ്റിറ്റി ആക്സിഡൻറ്റ് റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ആക്സിഡൻ്റ് ആണ് നമ്മളുടെ അടുത്ത എൻറ്റിറ്റി. ആക്സിഡൻറ്റിന് നമുക്ക് എങ്ങനെയാണ് ആക്സിഡൻറ്റ് ഡേറ്റ്, ലൊക്കേഷൻ, ദെൻ ആക്സിഡൻറ്റിനകത്തുള്ള പ്രൈമറി കീ ഏതാണ്? ആക്സിഡൻറ്റിൻ്റെ റിപ്പോർട്ട് നമ്പർ. ഇപ്പം ഒരു ആക്സിഡൻറ്റിന് ഇന്ന് നടന്ന ആക്സിഡൻറ്റിന് 1 എന്നാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഇന്ന് നടന്ന രണ്ടാമത്തെ ആക്സിഡൻറ്റിന് നമ്മൾ എന്താ റിപ്പോർട്ട് നമ്പർ 2 എന്ന് കൊടുക്കും. എങ്കിലല്ലേ നമുക്ക് റിപ്പോർട്ട് ഏതൊക്കെ ആക്സിഡൻ്റ് ആണെന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. ഇപ്പം ആദ്യത്തെ കാർ ആക്സിഡൻ്റ് ആണെങ്കിൽ രണ്ടാമത്തെ ബൈക്ക് ആക്സിഡൻ്റ് ആണ്. അപ്പോൾ രണ്ടും ആക്സിഡൻറ്റ് തന്നെയാണ്. അപ്പം അതിനെ നമ്പർ നോക്കിയിട്ടാണ് നമ്മളതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത്. സോ അത് പ്രൈമറി കീ ആയതുകൊണ്ട് നമ്മൾ അടിയിൽ അണ്ടർലൈൻ ചെയ്ത് വരച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? ദെൻ ഇതെങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്? നോക്ക്, ഒരു ഓണറും ഒരു കാറും രണ്ടും എന്താണ്? പാർട്ടിസിപ്പേറ്റഡ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പാണ് ആക്സിഡൻറ്റുമായിട്ട് കീപ്പ് ചെയ്യുന്നത്. ആക്സിഡൻറ്റും പാർട്ടിസിപ്പേറ്റ് ചെയ്യും, കാറും പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ദെൻ ഓണറും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. പാർട്ടിസിപ്പേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിലേഷൻഷിപ്പാണ്. നമുക്കിത് മൂന്നും കൂടെ കണക്ട് ചെയ്യാനുള്ളൊരു ടെർണറി റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള റിലേഷൻഷിപ്പാണ് പാർട്ടിസിപ്പേറ്റ്. ഇതിനകത്ത് ഓണറിനകത്ത് ആരാ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന? ഡ്രൈവർ. കാറിനകത്ത് ആരാ? കാർ തന്നെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ആക്സിഡൻറ്റ് റെക്കോർഡ് തന്നെയാണ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. മൂന്നും കൂടി നമുക്ക് ജോയിൻ ചെയ്യണം. അതിനാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് അവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ അതിന് ഒരു എൻറ്റിറ്റി വെച്ചിട്ടുണ്ട്, എമൗണ്ട്. അതായത് ഡാമേജ് ചെയ്ത എമൗണ്ട്, അതായത് ഏത് പാർട്ടാണോ നമ്മൾ ഡാമേജ് ചെയ്തത് ആ ഡാമേജ് ചെയ്തത്, അതായത് ഒരു ഡ്രൈവറിന് അറിയാമല്ലോ കാറിൻ്റെ ഏത് പാർട്ടാണ് ആക്സിഡൻറ്റ് പറ്റിയെന്ന്. ഓക്കെ, കാറിൻ്റെ ഏത് പാർട്ടാണ് ആക്സിഡൻറ്റ് പറ്റിയെന്ന് ആർക്കറിയാം? ഡ്രൈവറിനറിയാം. അന്നേരം ആ ഡാമേജ് ചെയ്ത എമൗണ്ട് ഇൻഷുർ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇൻഷുറൻസ് കമ്പനിയല്ലേ, അപ്പോൾ അതിൻ്റെ ഇൻഷുറൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണ്ടേ. അപ്പം ഇൻഷുറൻസിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ ആയോ? അപ്പം ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ എന്താണ് ഡയഗ്രാം വരയ്ക്കാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ ആരൊക്കെ ഉണ്ടാവണം? ഇൻഷുറൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആക്സിഡൻറ്റ് റിലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഷുറൻസ് ഒരു വണ്ടിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ? അപ്പം അതുകൊണ്ടാണ് ഒരു വണ്ടിക്ക് ഒരു ആക്സിഡൻറ്റ് റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. ഒരു വണ്ടിക്ക് ഒരു ആക്സിഡൻ്റ് ആവാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടാവാം. ഓക്കെ, എത്ര തവണ വേണമെങ്കിലും നമുക്ക് എന്ത് കൊടുക്കണം? ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അവർ ഇൻഷുറൻസ് കറക്റ്റായിട്ട് അടയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഷുറൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. സോ അതുകൊണ്ടിട്ട് നമ്മൾ എൻറ്റിറ്റീസിനെ ഫൈൻഡ് ചെയ്തു. ആക്സിഡൻറ്റ്, ഓക്കെ, കാറ്, പേഴ്സൺ, എൻറ്റിറ്റീസിനെ ഫൈൻഡ് ചെയ്തു. എൻറ്റിറ്റീസിന് ആട്രിബ്യൂട്ട്സ് വെച്ചു. ആട്രിബ്യൂട്ട്സ് ഏതാണ്? ഡ്രൈവർ ഐ ഡി എന്ന് പറയുന്നത് ഓരോന്നിലും നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? പ്രൈമറി കീ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് എന്ത് കൊടുക്കാം? നോക്ക്, ഇതെന്ന് പറയുന്ന ഡേറ്റ്, ഇതിനകത്ത് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം. പേഴ്സൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്താൽ ഏജ്, അപ്പോൾ അതെന്താണ്? ഡിറൈവ്ഡ് ആട്രിബ്യൂട്ടും വാല്യൂഡ് ആട്രിബ്യൂട്ടും വരും. ദെൻ ഇതിനകത്ത് എന്താണ്? ഒന്നിൽ കൂടുതൽ ആട്രിബ്യൂട്ട്സ് കൊടുക്കാം. നോക്ക്, ഇതിനകത്താണെങ്കിൽ കോമ്പോസിറ്റ് ആട്രിബ്യൂട്ട് നമുക്ക് വരാം. നെയിം തന്നെ ഫസ്റ്റ് നെയിം കൊടുക്കാം, മിഡിൽ നെയിം കൊടുക്കാം. അപ്പം എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? നമ്മളുടെ ഡയഗ്രത്തിനെ നമുക്ക് ഇലാബറേറ്റ് ചെയ്ത് വരയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അതിനകത്ത് പ്രൈമറി കീ ഇൻക്ലൂഡ് ചെയ്യാം. ആട്രിബ്യൂട്ടിൽ ഏത് ടൈപ്പാണ് ആട്രിബ്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പം എങ്ങനെയൊക്കെ നമുക്ക് നമ്മളുടെ ഡയഗ്രാം ഇലാബറേറ്റ് ചെയ്ത് വരയ്ക്കാമോ അത്രത്തോളം നമ്മൾ ഇലാബറേറ്റ് ചെയ്ത് വരച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഡേറ്റാബേസിൽ വെക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈസിലി നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓരോ ആട്രിബ്യൂട്ട് ഏത് ആട്രിബ്യൂട്ടാണ്, ഇതിനകത്ത് ഏതാണ് പ്രൈമറി കീ, ഏതാണ് സ്ട്രോങ് എൻറ്റിറ്റി സെറ്റ്, ഏതാണ് വീക്ക് എൻറ്റിറ്റി സെറ്റ്, എല്ലാത്തിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്റ്റിങ്വിഷ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പം ജസ്റ്റ് ഒരു കാർ ഇൻഷുറൻസ് കമ്പനിയുടെ ഡയഗ്രാം വരച്ചതാണ് ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾ ഇതുപോലെ ഇതൊന്ന് വരച്ച് നോക്കുക. ജസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രം എഴുതിയെടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഒന്ന് വരച്ച് നോക്കിയിട്ട് നിങ്ങൾ എന്താണ്, ഇപ്പം എല്ലാ ഡയഗ്രവും ഒരുപോലെ വരണം എന്നില്ല. അതായത് ഇപ്പം ഞാൻ ഡ്രോ ചെയ്ത് വെച്ചിരിക്കുന്ന ഡയഗ്രമാണ് ഇത്. അപ്പം ഇതുപോലെ ആവണമെന്നില്ല നിങ്ങളുടെ ഡയഗ്രാം. അതിനകത്ത് എന്തുണ്ടായാൽ മതി? ഒരു ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഒരു പേഴ്സൺ ഉണ്ടാവണം, പേഴ്സണിന് കാറും ഉണ്ടാവണം, ആ കാറിന് എന്തുണ്ടാവണം? ആക്സിഡൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവണം. ഇത്രയും മൂന്നും ഉണ്ടായാൽ മതി. ഇത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ കാണിക്കണം. ഓക്കെ, ഈ കാറും പേഴ്സണും ആക്സിഡൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പും കൂടെ നമ്മൾ കാണിക്കണം. അത്രമാത്രം ഉണ്ടായാൽ മതി. ഇത് ഈ ഫോർമാറ്റിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു റെപ്രസെൻറ്റേഷനിൽ തന്നെ വേണമെന്നില്ല. അത് ഞാൻ മീൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻറ്റിറ്റീനെ സ്ക്വയറിൽ, അതായത്
എൻറ്റിറ്റീനെ ആട്രിബ്യൂട്ടിനെയൊക്കെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ഫോർമാറ്റിൽ തന്നെ റെപ്രസെൻറ്റ് ചെയ്യണം. പക്ഷേ ഈ ഒരു വെയിൽ തന്നെ ഫിഗർ വരണം എന്നില്ല. നിങ്ങളുടെ എന്താണ് ഇതനുസരിച്ചിട്ട് നിങ്ങൾക്കത് മാറ്റി വരയ്ക്കാം. ഓക്കെ, അപ്പം അതാണ് ഈ കാർ ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ഡയഗ്രാം. നെക്സ്റ്റ് ഒരു ഹോസ്പിറ്റലിൻ്റെ ഡയഗ്രാമാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. കൺസ്ട്രക്ട് ആൻ ഡയഗ്രാം ഫോർ ആൻ ഹോസ്പിറ്റൽ വിത്ത് എ സെറ്റ് ഓഫ് പേഷ്യൻസ് ആൻഡ് സെറ്റ് ഓഫ് മെഡിക്കൽ ഡോക്ടേഴ്സ് അസോസിയേറ്റഡ് വിത്ത് ഈച്ച് പേഷ്യൻസ് എ ലോഗ് ഓഫ് ദി വേരിയസ് ടെസ്റ്റ് ആൻഡ് എക്സാമിനേഷൻ കണ്ടക്റ്റഡ്. ഓക്കെ, അപ്പം ഡയഗ്രാം ഒരു ഹോസ്പിറ്റലിൻ്റെ ഡയഗ്രാം വരയ്ക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ എന്തുണ്ടാവും? പേഷ്യൻസും ഉണ്ടാവും, ഡോക്ടേഴ്സും ഉണ്ടാവും. അപ്പോൾ പേഷ്യൻസിൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം, ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ റെക്കോർഡ്സും കീപ്പ് ചെയ്യണം. ഈ പേഷ്യൻറ്റും ഡോക്ടറും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നുള്ള റിലേഷൻഷിപ്പ് വെക്കണം. അതിനുശേഷം ഓരോ പേഷ്യൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരു ലോഗ് ബുക്ക് ഉണ്ട്. ആ ലോഗിനകത്ത് എന്തുണ്ടാവും? വേരിയസ് ആ ഒരു പേഷ്യൻറ്റിന് കണ്ടക്ട് ചെയ്ത ടെസ്റ്റുകളും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ലോഗും കീപ്പ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയോ? അപ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഓൾറെഡി എൻറ്റിറ്റീസ് ഏതൊക്കെ വേണം? ഡോക്ടർ വേണം, പേഷ്യൻറ്റ് വേണം, ഒരു ലോഗ് റെക്കോർഡും വേണം. അപ്പോൾ പേഷ്യൻറ്റിനകത്ത് പേഷ്യൻ്റെ ഡീറ്റെയിൽസ്, ഡോക്ടറിനകത്ത് ഡോക്ടറിൻ്റെ ഡീറ്റെയിൽസ്, പേഷ്യൻറ്റും ഡോക്ടറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കണം. അതിനുശേഷം പേഷ്യൻറ്റും ലോഗ് ബുക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കണം. ഈ ലോഗിനകത്ത് എന്തുണ്ടാവും? ഒരു പേഷ്യൻറ്റിന് കണ്ടക്ട് ചെയ്ത ടെസ്റ്റുകളും അതിൻ്റെ എക്സാമിനേഷൻ റിപ്പോർട്ട്സും എല്ലാം അതിനകത്ത് കീപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അത് വെച്ചിട്ടായിരിക്കും ഡോക്ടർ എക്സാമിൻ ചെയ്ത് ആ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു ഡയഗ്രാം ഡ്രോ ചെയ്യാനായിട്ടാണ് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പം അതെങ്ങനെ നമ്മൾ വരയ്ക്കും? നോക്ക്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പേഷ്യൻറ്റിനകത്ത് എന്തുണ്ടാവും? ഓൾറെഡി നമ്മൾ പറഞ്ഞു, പേഷ്യൻറ്റിൻ്റെ പേര്, അയാൾക്ക് ഹെൽത്ത് കാർഡ് ഉള്ളതാണെങ്കിൽ അയാളുടെ ഇൻഷുറൻസ്, ദെൻ ഡേറ്റ് ഓഫ് അഡ്മിറ്റഡ്, അയാൾ അഡ്മിറ്റ് ചെയ്ത ഡേറ്റ്, അല്ലെങ്കിൽ ഡേറ്റ് ചെക്കൗട്ട്. നിങ്ങൾക്ക് എന്ത് ആട്രിബ്യൂട്ട് വേണമെങ്കിലും കൊടുക്കുക. ഇയാളുടെ പേരോ അഡ്രസ്സോ ദെൻ ഇയാളുടെ നമ്പറോ എന്ത് വേണമെങ്കിലും. അല്ലെങ്കിൽ ഇയാൾക്കൊരു ഹോസ്പിറ്റലിനകത്തൊരു ID ഉണ്ടാവും. ഒരു ഹോസ്പിറ്റൽ ID എന്ന് പറഞ്ഞൊരു ഇയാൾക്കൊരു ആട്രിബ്യൂട്ട് കൊടുത്തിട്ട് അതിനെ നമുക്ക് എന്താക്കാൻ പറ്റും? പ്രൈമറി കീ ആക്കി സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെയൊക്കെ എന്ത് ആട്രിബ്യൂട്ട് വേണമെങ്കിലും നിങ്ങൾ കൊടുക്കാം. ആട്രിബ്യൂട്ട് ഡിപ്പെൻസ് ഓൺ യുവേഴ്സ്. നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളുടെ എൻറ്റിറ്റിക്ക് ഏതൊക്കെ ആട്രിബ്യൂട്ടാണ് ആപ്റ്റ് ആവുക. ആ ആട്രിബ്യൂട്ട്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്ന ആട്രിബ്യൂട്ട്സ് തന്നെ നിങ്ങൾക്ക് കൊടുക്കണമെന്നില്ല. ദെൻ ഒരു ഡോക്ടർ. അടുത്ത ഡോക്ടർ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി വെച്ചിട്ടുണ്ട്. ഡോക്ടറിനും സെയിം ഏത് ഡോക്ടറാണ്, ഡോക്ടറിൻ്റെ പേര്, അയാളുടെ സ്പെഷ്യലൈസേഷൻ, അയാളുടെ ഏതിലാണ് അയാളുടെ അതാണ് അയാളുടെ സ്പെഷ്യലൈസേഷൻ, അയാളുടെ പേര്, അയാളുടെ അഡ്രസ്സോ ഡീറ്റെയിൽസോ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ദെൻ ടെസ്റ്റ്. 3 എൻറ്റിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ടെസ്റ്റിനകത്ത് ടെസ്റ്റ് ചെയ്ത ID, ടെസ്റ്റ് ചെയ്ത പേര്, എന്താണ് ടെസ്റ്റ് ചെയ്തത്? ബ്ലഡ് ടെസ്റ്റ് ആണോ, ഷുഗർ ആണോ? അപ്പോൾ എന്താണ് ടെസ്റ്റ് ചെയ്ത ടൈമും അതിൻ്റെ റിസൾട്ട് അനാലിസിസും അതിൻ്റെ ഡേറ്റ്. ഓക്കെ, അപ്പം ഇത്രയും 3 ഇന്നത്തെ എൻറ്റിറ്റി പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ റിലേഷൻഷിപ്പ് എന്താണ്? ഈ പേഷ്യൻറ്റും ടെസ്റ്റും തമ്മിലുള്ള ഒരു ലോഗ് റെക്കോർഡാണ്. അപ്പം ടെസ്റ്റ് ലോഗ് എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാം. പേഷ്യൻറ്റും ഡോക്ടർ എന്നും പറഞ്ഞ് ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വെക്കാം. ഓക്കെ, ട്രീറ്റ്മെൻറ്റ് പക്ഷേ ട്രീറ്റ്മെൻറ്റിന് എൻറ്റിറ്റി ഉണ്ടാവുമല്ലോ. അപ്പം ട്രീറ്റ്മെൻറ്റ് വെച്ചില്ലെങ്കിലും ട്രീറ്റസ് ഡോക്ടർ ട്രീറ്റസ് പേഷ്യൻ്റ് എന്ന് പറഞ്ഞ് നമുക്ക് വേണമെങ്കിലും വെക്കാം. അപ്പം ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. ടെസ്റ്റും ഡോക്ടറുമായി പെർഫോംഡ് അല്ലെങ്കിൽ അനാലിസിസ് എന്ന് പറയുന്നൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വെക്കാം. റിലേഷൻഷിപ്പൊക്കെ നമ്മൾ പറയുന്ന രീതിയിൽ വരണമെന്നില്ല. നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഏത് റിലേഷൻഷിപ്പാണ് ആപ്റ്റ് ആവുക. ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വെക്കാം. അപ്പം ടെസ്റ്റും ഡോക്ടറും തമ്മിലുള്ള പെർഫോംഡ് അല്ലെങ്കിൽ അനാലിസിസ് എന്ന് പറഞ്ഞൊരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് വെക്കാം. അല്ലെങ്കിൽ ഇവിടെ പെർഫോംഡ് ബൈ എന്ന് പറയുന്ന റിലേഷൻഷിപ്പാണ് വെച്ചിട്ടാണ് നമ്മൾ ഡയഗ്രാം ഡ്രോ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതാണൊരു simple diagram of an hospital, included the details of patient, doctor and log report. Okay, അതാണ് ഇവിടെ ഡ്രോ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു യൂണിവേഴ്സിറ്റിയുടെ ഡയഗ്രാം വരയ്ക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് എന്തുണ്ടാവണം? ഫോളോയിങ് എൻറ്റിറ്റീസ് കോഴ്സ് എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റീസ് ഉണ്ടാവും. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അവർ കോഴ്സ് നമ്പർ, ടൈറ്റിൽ, ക്രെഡിറ്റ്, സിലബസ്, ദെൻ പ്രീ റിക്വസ്റ്റേഴ്സ്. ഓക്കെ, ദെൻ കോഴ്സ് ഓഫറിങ്സ്, കോഴ്സ് ഓഫർ ചെയ്യുന്ന എന്തൊക്കെയാണെന്നുള്ളത്. ദെൻ അതിൻ്റെ
സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന അടുത്തത് സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് അപ്പം കോഴ്സ് ഏതൊക്കെയാണ് എൻറ്റിറ്റീസ്? കോഴ്സ്, ദെൻ കോഴ്സ് ഓഫറിങ്, ദെൻ സ്റ്റുഡൻറ്റ്, ദെൻ ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ടീച്ചർ, ഇത്രയാണ് എൻറ്റിറ്റീസ്. ദെൻ കൺസ്ട്രക്ട് ആൻ ER ഡയഗ്രാം ഫോർ ദി രജിസ്റ്റേഴ്സ് ഓഫീസ് ഡോക്യുമെൻറ്റ് ഓൾ ദ അസംഷൻ ദാറ്റ് യു മേക്ക് അബൌട്ട് ദ മാപ്പിംഗ് കൺസ്ട്രെയിൻസ്. ഓക്കെ, നിങ്ങൾ ഇതെല്ലാം വെച്ചിട്ടൊരു ER ഡയഗ്രാം വരയ്ക്കാനാണ് നിങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തെല്ലാം ഉണ്ടാവണം? സ്റ്റുഡൻറ്റിന് എൻറ്റിറ്റീസ് ഏതൊക്കെ വരണം? സ്റ്റുഡൻറ്റ്, ദെൻ കോഴ്സ് ഓഫറിങ്, ഏതൊക്കെ കോഴ്സ് ഓഫറിങ് ഉള്ളതെന്നുള്ളത് ആ കോഴ്സ് ഓഫറിങ്ങിൻ്റെ കാര്യങ്ങൾ. ദെൻ കോഴ്സ് ഓഫറിങ് 2 എണ്ണത്തിൽ ഇടാനുള്ള കാര്യം എന്താണ്? ഏത് ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട് ആണെന്ന് നിങ്ങൾ നോക്കുക. ഡബിൾ സ്ക്വയർ വരയ്ക്കുന്ന ഏതിനാണെന്ന് നിങ്ങൾ നോക്കുക, നിങ്ങൾക്കത് മനസ്സിലാക്കുക. ഓക്കെ, ഇതുപോലെ ഇതും 2 ഡയമണ്ട് ഷേപ്പ് 2 എണ്ണം വരാനുള്ള റീസൺ നോക്കുക. അതുകൊണ്ടാണ് ഇവിടെ 2 എണ്ണം വരച്ചിരിക്കുന്നത്. ദെൻ ഇൻസ്ട്രക്ടർ, ദെൻ കോഴ്സും ഉണ്ട്, കോഴ്സ് ഓഫറിംഗ് ഉണ്ട്, സ്റ്റുഡൻ്റ് ഉണ്ട്, ഇൻസ്ട്രക്ടർ ഉണ്ട്. ഇത്രയാണ് നമ്മളുടെ എൻറ്റിറ്റീസ്. ദെൻ എൻറ്റിറ്റീസിന് നിങ്ങൾ എന്ത് ചെയ്യുക? എല്ലാ എൻറ്റിറ്റീസിനും ആട്രിബ്യൂട്ട് വെക്കുക. ദെൻ അതിനുശേഷം അതിനുള്ള റിലേഷൻഷിപ്പ്. സ്റ്റുഡൻറ്റ് ഒരു കോഴ്സിൽ എന്താണ് ചെയ്യുന്നത്? എൻറോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? സ്റ്റുഡൻറ്റും ഒരു കോഴ്സ് ഓഫറിംഗ് തമ്മിൽ എൻറോൾ എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് കൊടുക്കുക. ടീച്ചറും കോഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ടീച്ചർ ആ കോഴ്സിനെ ടീച്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ടീച്ചേഴ്സ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് വെക്കുക. ദെൻ എന്താണ്? കോഴ്സും കോഴ്സ് ഓഫറിംഗ് ഈസ് ഓഫേർഡ്, അതായത് ഏത് കോഴ്സാണോ ഓഫർ ചെയ്യുന്നത്, കോഴ്സ് ഓഫറിംഗ് നിന്ന് ഏത് കോഴ്സാണോ ഓഫർ ചെയ്യുന്നത് അതാണ് ഈസ് പ്രിഫേർഡ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് റിലേഷൻഷിപ്പ്. ആ ഒരു ഇത് കൊടുക്കുക. ദെൻ റിക്വയർസിനകത്ത് എന്താണ്? ഒന്നുകിൽ മെയിൻ കോഴ്സ് ആവാം അല്ലെങ്കിൽ പ്രീ റിക്വസ്റ്റേഴ്സ് ആവാം. അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. അത് നിങ്ങൾക്ക് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അത് അവർ സ്പെസിഫൈ ചെയ്ത് പറയുന്നതുകൊണ്ടാണ് നമ്മളിവിടെ വെച്ചത്. അപ്പം എന്താണ് അതാണ് സിമ്പിൾ ഒരു ER ഡയഗ്രാം ഓഫ് എ യൂണിവേഴ്സിറ്റി. അതിനകത്ത് ഏതൊക്കെ എൻറ്റിറ്റീസ് വേണമെന്ന് അവർ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻറ്റ്, കോഴ്സ് ഓഫറിംഗ്, ടീച്ചേഴ്സ്, ദെൻ കോഴ്സ്. അപ്പം അതുകൊണ്ടാണ് അത് 3 എണ്ണം നമുക്കതിനകത്ത് വരച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പം എന്താണ്? നിങ്ങളൊരു സിമ്പിൾ ER ഡയഗ്രാം എടുക്കുക. സിമ്പിൾ ER ഡയഗ്രാം വരച്ച് നോക്കുക. ഒരു ഇപ്പം സ്റ്റുഡൻറ്റിനകത്ത് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആട്രിബ്യൂട്ട് കൊടുക്കാം. പ്രൈമറിക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, കോഴ്സ് ഓഫറിങ്ങിനകത്ത് ഒന്നിൽ കൂടുതൽ കോഴ്സിൻ്റെ നെയിം അല്ലെങ്കിൽ കോഴ്സിൻ്റെ ഏത് സെമസ്റ്ററിലാണ് ഏത് ഇയറിലാണുള്ള കോഴ്സാണത്, ആ കോഴ്സിൻ്റെ എന്താണ് കോഴ്സിന് വല്ല നമ്പറോ ഐഡിയോ അങ്ങനെ വല്ലതും ഉണ്ടോ അതെല്ലാം നോക്കാം. പിന്നെ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ടീച്ചർ. അപ്പം ടീച്ചർ എന്താണ്? ടീച്ചറിൻ്റെ പേര്, അഡ്രസ്സ് അല്ലെങ്കിൽ ടീച്ചറിൻ്റെ ID, ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, കോഴ്സ് നമ്മൾ ഓഫർ ചെയ്ത് ഏത് കോഴ്സാണ് ആ കോഴ്സിൻ്റെ കോഴ്സ് നമ്പർ, അതിൻ്റെ ടൈറ്റിൽ, അതിൻ്റെ ക്രെഡിറ്റ്, അതിൻ്റെ സിലബസ്. ഓൾറെഡി അതിനകത്ത് അവർ പറയുന്നുണ്ട് ഏതൊക്കെ ആട്രിബ്യൂട്ട് കോഴ്സിന് വേണം എന്നുള്ളത്. അതുകൊണ്ടാണ് അവിടെ സ്പെസിഫൈ ചെയ്ത് എഴുതിയിട്ടിരിക്കുന്നത്. സിലബസ്, കോഴ്സ് നമ്പർ, ടൈറ്റിൽ, ക്രെഡിറ്റ് എന്ന് പറഞ്ഞ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നോക്കി, ഇവിടെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോഴ്സ് ഇൻക്ലൂഡ് കോഴ്സ് നമ്പർ, ടൈറ്റിൽ. കണ്ടോ? കോഴ്സ് ഇൻക്ലൂഡിങ് നമ്പർ, ടൈറ്റിൽ, ക്രെഡിറ്റ്, സിലബസ് ആൻഡ് പ്രീ റിക്വസ്റ്റേഴ്സ്. ഓക്കെ, ദെൻ കോഴ്സ് ഓഫറിംഗ് ഏതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം? കോഴ്സ് നമ്പർ, ഇയർ, സെമസ്റ്റർ, സെക്ടർ നമ്പർ, ദെൻ ഇൻസ്ട്രക്ടർ, ടൈമിങ്, ക്ലാസ് റൂം. ഓക്കെ, സ്റ്റുഡൻറ്റ് ഇൻക്ലൂഡ് സ്റ്റുഡൻറ്റ് ID, നെയിം ആൻഡ് പ്രോഗ്രാം. ഓക്കെ, ഇൻസ്ട്രക്ടർ ഇൻക്ലൂഡ് ഇൻസ്ട്രക്ടർ നമ്പർ, നെയിം, ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ടൈറ്റിൽ. ഓക്കെ, അപ്പം ഏതൊക്കെ എൻറ്റിറ്റീസ് വേണം എന്നുള്ളതും ആ എൻറ്റിറ്റീസിൽ ഏതൊക്കെ ആട്രിബ്യൂട്ട് വേണം എന്നുള്ളതും ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആ സ്പെസിഫൈ ചെയ്തതനുസരിച്ച് മാത്രമേ വരയ്ക്കാവുള്ളൂ. ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ആട്രിബ്യൂട്ട്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആട്രിബ്യൂട്ട്സ് നിങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഇതിനകത്ത് എല്ലാം എൻറ്റിറ്റി ഏതാണെന്നുള്ളതും എൻറ്റിറ്റീസിൽ വരുന്ന ആട്രിബ്യൂട്ട്സ് ഏതാണെന്നുള്ളതും ക്ലിയർലി ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ ER ഡയഗ്രാം ഡ്രോ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എൻറ്റിറ്റീസും ആട്രിബ്യൂട്ട്സും മാത്രമേ നിങ്ങൾ കൊടുക്കാം. പ്ലസ് നിങ്ങൾക്ക് അഡീഷണൽ വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. പക്ഷേ ക്വസ്റ്റ്യനകത്തുള്ളതെല്ലാം നിങ്ങൾ കൊടുത്തിരിക്കണം. ഓക്കെ, ഒരു വാല്യൂറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ആദ്യം ചെക്ക് ചെയ്യും. സോ അത് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ദെൻ അതാണ് ഒരു യൂണിവേഴ്സിറ്റിയുടെ ER ഡയഗ്രാം വരച്ചിരിക്കുന്നത്. ദെൻ ഓക്കെ, ഒരു മാർക്കിൻ്റെ ഡേറ്റാബേസ് ആണ് കൊടുത്തിരിക്കുന്നത്. കൺസ്ട്രക്ട് ആൻഡ് ഡേറ്റാബേസ് യൂസ്ഡ് ടു റെക്കോർഡ് മാർക്സ് ദാറ്റ് സ്റ്റുഡൻറ്റ് ടു ഗെറ്റ് ഡിഫറെൻറ്റ് എക്സാമിനേഷൻ ഓൺ ഡിഫറെൻറ്റ് കോഴ്സ് ഓഫറിംഗ്. കൺസ്ട്രക്ട് ER ഡയഗ്രാം ദാറ്റ് മോഡൽ ദ എക്സാം ആൻഡ് എൻറ്റിറ്റീസ് ആൻഡ് യൂസ് എ ടെർണറി റിലേഷൻഷിപ്പ് ഫോർ ദി എബോവ് ഡേറ്റാബേസ്. ഓക്കെ, ടെർണറി റിലേഷൻഷിപ്പ് കണ്ടോ? 1, 2, 3 അതാണ് ടെർണറി റിലേഷൻഷിപ്പ്. 1, 2, 3. ഓക്കെ, അതാണ് ടെർണറി റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഓഫർ ചെയ്ത ടേക്ക് ചെയ്ത കോഴ്സ്, ആ കോഴ്സിന് കിട്ടിയ എക്സാമിന് കിട്ടിയ മാർക്ക്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ടെർണറി റിലേഷൻഷിപ്പിൽ മാർക്ക് എന്ന് പറയുന്ന എൻറ്റിറ്റീസിനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റുഡൻറ്റിന് ഇഷ്ടമുള്ള ആട്രിബ്യൂട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല, സോ ഇഷ്ടമുള്ള ആട്രിബ്യൂട്ട് കൊടുക്കാം. കോഴ്സ് ഓഫറിങ്ങിന് കൊടുക്കാം. എക്സാം എഴുതിയ ടൈമും ഡേറ്റും അതിൻ്റെ നമ്പറും ഒക്കെ നമുക്ക് സ്പെസിഫൈ, അല്ലെങ്കിൽ കോഴ്സ് നമ്പറും ഒക്കെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ടെർണറി റിലേഷൻഷിപ്പ് ഷോ ചെയ്തിട്ടുണ്ട്. ടേക്സ് എന്ന് പറയുന്ന ഒരു ടെർണറി റിലേഷൻഷിപ്പാണ്. അപ്പം സ്റ്റുഡൻറ്റ് ഏത് കോഴ്സ് എടുത്തു എന്നുള്ളതാണ് ടേക്ക് കാണിച്ചിരിക്കുന്നത്. അതുപോലെയുള്ള എക്സാമിന് എത്ര മാർക്ക് ടേക്ക് ചെയ്തു എന്നുള്ളതാണ് ആ റിലേഷൻഷിപ്പിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് ഒരു സിമ്പിൾ ഡയഗ്രാം ഫോർ മാർക്സ് ഡേറ്റാബേസ്. അപ്പം ഡേറ്റാബേസിൽ നമുക്ക് ഇതിനകത്ത് സിമ്പിളായിട്ട് മാർക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം അത്രയേ ഉള്ളൂ ഡയഗ്രാം വരയ്ക്കാമെന്ന് പറഞ്ഞത്. അപ്പം നിങ്ങളത്തെ യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുക ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഒരു സിംപ്ലി നിങ്ങൾ എന്താണ് ഡയഗ്രാം എന്താണ് ഈ 3 ഡയഗ്രാംസും ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പം ഇതോടെ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മളുടേത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ഡേറ്റാബേസ് ലാംഗ്വേജസും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. ഡേറ്റാബേസ് ലാംഗ്വേജ് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു നോട്ട്സും കൂടി നിങ്ങൾക്ക് ഞാനത് ഷെയർ ചെയ്തേക്കാം. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഡയഗ്രത്തിനെ റിലേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നമുക്കത് ക്ലിയർ ചെയ്ത് പോകാം. നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.